ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കോറ സേമിയ മാവാണ്. ഇതിലേക്ക് ഞാൻ അരപ്പിട്ടിട്ട് 1/2 കിലോ അര പാക്കറ്റ് ഇതങ്ങനെ എടുത്തിട്ടുണ്ട്. 1/2 കിലോൻ്റെ സേമിയ. അത് തിളച്ച വെള്ളം, നല്ല ചൂടായി തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിടുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കോറയിലിട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. അല്ലേ, ഇതിൻ്റെ കൂടെ ഈ സേമിയ കൊട്ടാം. സേമിയ കൊട്ടി വയ്ക്കാം. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് ആവിയിൽ വെക്കണം. ഞാൻ ഈ അടുപ്പിൽ ഇഡ്ഡലി പാത്രത്തിൽ ഒരു ചില്ല് വെച്ചിട്ടുണ്ട് ആവി വെക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ചൂടാക്കുക. തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളച്ചതാ വെള്ളം നന്നായിയൊക്കെ തിളച്ചു. സേമിയ ഒന്ന് കറ്റായിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ആവിയിൽ വേവിക്കാം. ഒന്ന് പ്ലേറ്റിലേക്ക് തിളച്ച സേമിയ മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഊറ്റിയിട്ട് വെള്ളമില്ലാതെ ഊറ്റിയെടുക്കുക. വെള്ളം വടിച്ച ശേഷം ഇതിലേക്ക് വെക്കണം. ഇങ്ങനെ കോരി എടുത്തിട്ട് വെള്ളം നന്നായി വടിച്ചിട്ട് ഈ ഇഡ്ഡലി ചെമ്പിൽ ഈ ആവിയിലൊന്ന് വെക്കാം. ഒരു 5 മിനിറ്റ് എല്ലാം വടിച്ചെടുത്തിട്ടുണ്ട്. സേമിയ ഇങ്ങനെ വെക്കാം. ഈ ആവിയിൽ ചൂടാകാൻ വെക്കാം. ഈ പാത്രത്തിൽ വെക്കാം. ഒരു 5 മിനിറ്റ് മതി. ഒന്ന് വേവാൻ മാത്രമേ വേണ്ടൂ. ഇതിൻ്റെ കൂടെ ലേശം ഉപ്പിട്ടിട്ടുണ്ട് നേരത്തെ. ഈ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അങ്ങനെ വേകാൻ വെക്കാം. ആവിയിലൊന്ന് വെച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് വേകാൻ വെക്കാം. അപ്പോഴേക്കും ഈ അടുപ്പിൽ നമുക്ക് താളിക്കാനുള്ളത് വെച്ച് കൊടുക്കാം. ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കാണ്. എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് കടുകിട്ട് കൊടുക്കാം. ഞാൻ ഈ സേമിയ കോറ സേമിയ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂടാറിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. മാറ്റി കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കടലപ്പരിപ്പോ ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായ ശേഷം ഒരു ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, കരിവേപ്പില നന്നായിട്ട് വറുത്ത് കൊടുക്കാം. നന്നായി വറുത്തിട്ട് നന്നായി വറുതാരായി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയയിൽ ഉപ്പ് കുറവായിരിക്കും. വെള്ളം വെച്ച് ഊറ്റിയ കാരണം ഉപ്പ് കുറവായിരിക്കും. സേമിയ ഞാൻ ആവിയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലിട്ട് കൊടുത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. 2 പ്രാവശ്യം വേവിക്കുക. ആദ്യത്തെ വെള്ളം കളഞ്ഞാൽ അതിൻ്റെ ഒരു ചൊയ പോയിട്ടുണ്ടാവും കോറയുടെ. അങ്ങനെ ഒന്ന് സമാധാനത്തിൽ ഇളക്കി കൊടുക്കും. പിലുപിലുന്ന് ഇരിക്കുക. എണ്ണയൊക്കെ തട്ടി ഒന്ന് ഒരു പിലുപിലുന്ന് ഇരിക്കും. നമ്മുടെ കോറ സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണി പോലെ ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല
റെഡി ആയിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ. ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സേമിയ ഉപ്മാവ് റെഡിയായി. എല്ലാവരും കഴിച്ചു നോക്കുക, ഉണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ പറയുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് പിലുപിലുന്ന് ഇരിക്കും, കട്ടയായിട്ട് ഇരിക്കില്ല, ഒന്ന് ആറിയ പിലുപിലുന്ന് ഇരിക്കില്ല. ആവിയിൽ വെച്ചാൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഗ്യാസ് ഓഫ് ആകുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.